ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് നിങ്ങൾ ആരും കണ്ടിട്ടില്ലാത്ത ഒരു വിചിത്രമായ കുടുംബത്തിന്റെ കഥയാണ്. നെറ്റ്ഫ്ലിക്സിൽ റിലീസായ വെനസ്ഡേ എന്ന സീരീസ് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി കാണും. എന്നാൽ അതേ വെനസ്ഡേയുടെ ഫാമിലിയെ കുറിച്ച് പറയുന്ന 1991 പുറത്തിറങ്ങിയ ഒരു മൂവിയുണ്ട്. ആ മൂവിയുടെ പേരാണ് ദ ആഡംസ് ഫാമിലി. ഈ ഒരു മൂവിയെ കുറിച്ചാണ് ഇന്ന് നമ്മളിവിടെ പറയാൻ പോകുന്നത്. അപ്പോൾ കൂടുതൽ വലിച്ചു നീട്ടാതെ നമുക്ക് കഥയിലേക്ക് കിടക്കാം. സിനിമയുടെ തുടക്കത്തിൽ ഒരു ക്രിസ്മസ് ദിവസമാണ് കാണിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഒരുപാട് പേര് ഒരു വീടിന് മുന്നിലേക്ക് വന്ന് ക്രിസ്മസ് സോങ്സ് പാടുവാണ്. എന്നാൽ ഇവർക്ക് അറിയില്ലായിരുന്നു അത് ആരുടെ വീടാണെന്ന്. ആ വീടിന് മുകളിൽ നിന്നുകൊണ്ട് ആ ഫാമിലി ആകട്ടെ തിളച്ച ചൂടുവെള്ളം താഴെ നിന്ന് പാട്ട് പാടുന്നവരെ ദേഹത്തേക്ക് ഒഴിക്കുവാണ്. ഈ ഒരു ഫാമിലിയുടെ പേരാണ് ദ ആഡംസ് ഫാമിലി. ഈ കുടുംബത്തെ കുറിച്ച് പറയുവാണെങ്കിൽ ഇതൊരു സാധാരണ കുടുംബമല്ല, കുറച്ച് ഡാർക്കായ ഒരു കുടുംബമാണ്. സാധാരണ നമ്മുടെ വീടുകളിൽ എന്തൊക്കെ കളിയായിരിക്കും കളിക്കുന്നത്? ഒന്നെങ്കിൽ സാറ്റ് കളിക്കും, അല്ലെങ്കിൽ ക്രിക്കറ്റോ ഫുട്ബോളോ കളിക്കും. എന്നാൽ ഈ ഒരു ഫാമിലിയിലുള്ളവര് മരണം കൊണ്ടാണ് കളിക്കുന്നത്. അതായത് ആൾക്കാരെ കൊന്നും ടോർച്ചർ ചെയ്തുമൊക്കെയാണ് ഇവരുടെ ഫാമിലി എന്റർടൈൻമെന്റ് കണ്ടെത്തുന്നത്. പക്ഷെ മനസ്സുകൊണ്ട് ഇവരെല്ലാം പാവങ്ങളാണ്. ഇതാണ് നമ്മുടെ വെനസ്ഡേയുടെ അച്ഛൻ ഗോമസ്. ഗോമസ് ആണ് നമ്മുടെ സിനിമയിലെ നായകൻ. പിന്നെ അയാളുടെ വൈഫ്, അതായത് വെനസ്ഡേയുടെ അമ്മ, ഇവളുടെ പേര് മൊർട്ടീസിയ. ഇവളാണ് നമ്മുടെ സിനിമയിലെ നായിക. ഇവർക്ക് രണ്ടുപേർക്കും 2 മക്കളുണ്ട്. അതിൽ അവരുടെ മൂത്ത മകളാണ് വെനസ്ഡേ. ഇളയ മകന്റെ പേര് പക്സ്ലി. വെനസ്ഡേക്കും പക്സിക്കും ഒരു മുത്തശ്ശിയുണ്ട്. ആ മുത്തശ്ശിയുടെ പേരാണ് ഗ്രാൻഡ് മാമ. ഇവരുടെ ഈ ഒരു വീട്ടിൽ ജീവൻ കൊടുത്ത് ജോലി ചെയ്യുന്ന 2 പേർ